മിമിക്രി എന്ന് പറയുന്നത് അത് അതിൻ്റെതായ ഒരു കലയാണ്. എന്തായാലും അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും പോപ്പുലർ ഇപ്പം അതാണ്. പക്ഷെ അതിലിപ്പോൾ സഹിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെ അറിയാം, പെണ്ണുങ്ങൾ വരില്ല. പെണ്ണായിട്ട് വരുന്നത് ഏതെങ്കിലും നല്ല തടിയമായിട്ട് മീശയൊക്കെ ആരെ പഠിപ്പിക്കാനാ മഞ്ഞച്ചാക്കിയിട്ട് അങ്ങനെ കയറി വന്നേടെ. പെൺകുട്ടികൾക്ക് എന്താ അഭിനയിച്ചാൽ എന്താ വരാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഈ മുടിയൊക്കെ ബ്ലീച്ച് ചെയ്ത് പെണ്ണായിട്ട് ബാക്കിൽ ഈ കറുത്ത തുണിയൊക്കെ കെട്ടി വരുമ്പോൾ ഇവരൊന്നും മറക്കാറില്ല മിക്കവാറും. എന്നിട്ട് ഇവർ ഈ ഓവർ, കാരണം മിക്കവാറും അതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കാണും, അശ്ലീലം കാണും. ഭാര്യയും ഭർത്താവും വേറൊരുത്തൻ കയറി അകത്ത് വരുന്നു, ഭർത്താവ് അങ്ങോട്ട് മാറിയിരിക്കുന്നു, ഇങ്ങനെ ജാരനെ പിടിക്കുന്നു. ഇതൊക്കെ ഒരു പെണ്ണ് പരസ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങൾക്കും വിഷമമായി ഇപ്പോഴത്തെ. അയ്യാ വാക്ക് പറയാൻ പറ്റില്ല. ആണിനാണെങ്കിൽ അവർക്ക് പരസ്പരം എന്ത് വേണോ പറയാം. ചേട്ടൻ പോണ്ട ചേട്ടാ, ചേട്ടൻ നമുക്കൂടെ ഒരുമിച്ച് കിടക്കാന്ന് രണ്ട് ആമ്പിളര് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം. ഒരു പെണ്ണിനോട് അത് പറഞ്ഞാൽ അവളുടെ ഇനി പൊതുജന മധ്യത്തിൽ ഇറങ്ങുമ്പോൾ അവളുടെ എന്ന് തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. പെണ്ണ് പറയും ഇവിടെ അഹങ്കാരികൾ, ഇവിടെയൊക്കെ സ്റ്റേജിൽ കയറി നാണോ ഇല്ലെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ അങ്ങനെ വരാറ്. ശരിക്കും ഈ ഹാസ്യം എന്ന് പറയുന്നത് വളരെ എന്താ തലനാരിഴ പോലെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അത്? ശരിക്കും അപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും എന്ന് പലരും പറയും. പക്ഷെ ഇത് ഞാൻ വന്നിട്ട് ബേസിക് ആദ്യമേ നമുക്കൊരു ഇമേജ് വീണു ഇല്ല, ഹ്യൂമർ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഒരുവിധം നമ്മളൊരാളിനെ അങ്ങനെ നോക്കി അങ്ങനെ തന്നെ തോന്നും, ഇവർ ചെയ്യുന്നൊക്കെ കോമഡി ആയിരിക്കും തോന്നും. ഇപ്പോൾ ഉർവശി ഞാനും നിൽക്കുന്നു, ഉർവശി ഹ്യൂമർ സെൻസ് ഉണ്ട്. പക്ഷെ അവള് കോമഡി ഹീറോയിൻ, ഞാൻ കോമഡി ഹീറോയിനായി, അവള് ഹീറോയിൻ കോമഡിയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പൊ ഉർവശി ഇങ്ങനെ നോക്കുന്നതിലും ഞാൻ നോക്കിയാൽ ഈ കൽപ്പന നോക്കുന്നു തോന്നും. ആലോചിച്ചോക്ക് ഇല്ലേ? അപ്പൊ നമ്മൾ ഈ പട്ടരുടെ കാര്യം പറയില്ലേ, അവരെന്ത് ചെയ്താലും നമുക്ക് തോന്നില്ല. അവർ ചിലപ്പോൾ നോർമൽ ആൾക്കാരായിരിക്കും. അവരൊരു കരിയരെ നോക്കിയാലും നോക്കുക, ഭ്രാന്ത് കണ്ടാ തെളിഞ്ഞു കേട്ടാ, കരിയറെ തന്നെ നോക്കുന്ന കണ്ടാ കഷ്ടം, അവർ ചിലപ്പോൾ വല്ലോ പറന്നു പോയോ നോക്കിയായിരിക്കും. ഈ അവസ്ഥയാണ് ഒരു കോമഡി ആർട്ടിസ്റ്റിന്. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇത്തിരി വെള്ളം തരുമോ, വെള്ളം അവർക്ക് വെള്ളം, അതെന്താ നമുക്ക് വെള്ളം ചോദിച്ചോട്ടെ. അപ്പോ നമ്മൾ എന്ത് ചെയ്താലും ഹ്യൂമർ ആണ് എന്നൊരിതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരല്പം കൂടിയാലും ഒരു ശകലം കൂടിയാൽ പെട്ടെന്ന് ഓവറാവാൻ ചാൻസസ് ആണ്. നമ്മൾ കുറച്ച് കൂടുതൽ കരഞ്ഞറിയില്ല, അയ്യോ എൻ്റെ അച്ഛാന്നൊക്കെ പറഞ്ഞാലും ഓ കഷ്ടം, ചിലപ്പോൾ അത്ര നെഞ്ചു പൊട്ടി കരയാൻ തോന്നുന്നു. വെച്ച് കോമഡിക്ക് അത് പറ്റൂല. അതൊക്കെ നമുക്ക് ചിലപ്പം ബൈബർത്തി കിട്ടുന്ന കഴിവുകളായിരിക്കും. കൽപ്പനയുടെ അമ്മയാണെങ്കിൽ എല്ലാം ഒരുമാതിരി ഭയങ്കര പ്ലസന്റ് ആയിട്ട്. കാരണം വെച്ചാൽ അമ്മയുടെ നേച്ചർ വളരെ സോഫ്റ്റ് ആണ്. അമ്മ ഞങ്ങളെ നീ എന്ന് പോലും എൻ്റെ അമ്മ വിളിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, ശാസിച്ചിട്ടില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും 16 വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അച്ഛനും ഞങ്ങളുടെ മക്കളിൽ ഒരാളായിട്ടേ അമ്മയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും അച്ഛൻ്റെ നേരെ അമ്മ പോത്തു പോലുമില്ല. പക്ഷെ അമ്മയുടെ കളികളെന്ന് പറഞ്ഞാൽ രാവിലെ അമ്മയുടെ കളികൾ രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. കുഞ്ഞുകളിയാ, ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മക്കൾ അമ്മയെ വഴക്ക് പറയും. ഞങ്ങൾ ഓമനി കാണിച്ചാൽ ഇപ്പം രാവിലെ അമ്മ പോകുമ്പോൾ രാവിലെ ഞങ്ങൾ 5 പേര് യൂണിഫോമായിട്ട് നിൽക്കുകയാണേ. അപ്പം അമ്മയുടെ ഒരു ഒറ്റ കറി അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാവും ഇടുന്ന. പക്ഷെ ഇന്ന് അത് അമ്മ വെച്ചപ്പോൾ അതിന് ടേസ്റ്റ് പോരാ. അതിന് അമ്മ പറയണത് നിങ്ങൾ പല നാട്ടിൽ പോയി പലരും ഉള്ളൂ. ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു പ്രത്യേകതരം കറി, മഞ്ഞ കളറിൽ പച്ചമുളക് കീറിയിട്ട്, ഇതിനമ്മ എന്നും ഉള്ളി തൊലിച്ചിട്ട് ഈ ഉള്ളിത്തൊലി കയ്യിലെടുത്ത് പറത്തും. എന്നും പറന്നിട്ട് അമ്മയുടെ മൂക്കിൽ, വലിയ മൂക്കല്ലേ, മൂക്കിൽ ഇവിടെയൊക്കെ വന്ന് ഒട്ടും. എനിക്കൊന്ന് മൂക്കിൽ ഒട്ടത്തക്കോണം അമ്മ അത് ഊരും. അച്ഛൻ അവിടെ വന്നോണ്ട് അമ്മിണി എന്ന് വിളിക്കും. ഞാൻ അങ്ങനെയാണ് എൻ്റെ അമ്മയെ ഞങ്ങൾ പേര് വിളിച്ച് ശീലിച്ച. അമ്മിണി എന്തോന്ന് ചേട്ടാ നീ ചോദിച്ചാണേ, പിള്ളേർക്ക് പോകണമെന്ന് മണി 9 നിൽക്കി ഉള്ളിത്തൊലി ഒന്ന് എടുക്കട്ടെ, ഞാൻ മക്കളെ ഈ ഉള്ളിത്തൊലി ഇടുമക്കളെ. ഞങ്ങൾ 5 പേരും ചുറ്റിന്ന് അമ്മയുടെ ഉള്ളിത്തൊലി ഇങ്ങനെ എടുക്കും. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് കളി കേട്ടോ, വൈകിട്ട് വന്ന ഏത് അമ്മമാരും മക്കൾക്ക് ഹോംവർക്ക് എഴുതാനല്ലേ പറയും. അമ്മ അവിടെ ഭാഗങ്ങളെ നമുക്ക് കളിക്കാം എന്നിട്ട് ഇരുന്നിട്ട് ഈ അമ്മയുടെ വീട്ടിലെ വേഷം ജുബ്ബയും അച്ഛൻ്റെ ജുബ്ബയും മുണ്ടുവാണേ. ഈ പൈസ ഇല്ലേ, പൈസ എടുത്ത് അമ്മ എന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിനകത്ത് ഈച്ച വന്നിരിക്കും. ഈച്ച ഏത് പൈസയിലിരിക്കുന്നോ അവർക്ക് ഈ ഫുൾ പൈസ എടുക്കാനാണ്. അപ്പം അമ്മയുടെ പൈസയിൽ ഈച്ച കറക്റ്റ് വന്നിരിക്കും. പഞ്ചസാര എടുത്ത് നക്കിയിട്ട് വെക്കും. ഇത് ഞാനാ കണ്ടുപിടിച്ചത്. ഇതൊക്കെയാണ് അമ്മ. ഇത് ഞങ്ങളുടെ മക്കളോട് ഇറങ്ങിയപ്പോൾ കള്ളത്തരം പറയണ്ട ഏട്ടാ, കള്ളത്തരം വേണ്ട, പഞ്ചസാരയിട്ട് നക്കി വെച്ചിരിക്കുകയെന്ന് എൻ്റെ മോള് കണ്ടുപിടിച്ചു. അവർ വേണോ അമ്മ, ഇന്ന് ഞങ്ങളുടെ മക്കളുമായിട്ട് കളിയാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻസ് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിലും ഞാനും അതെ മിക്കവാറും അതിൽ ഹ്യൂമർ കാണാനേ നോക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാൻ തോന്നുന്നു.